ഇപ്പോൾ ഈ തത്സമയ ദൃശ്യങ്ങൾ കാണുന്ന പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലൂടെയാണ്. ഇന്ത്യയിലെ വളരെ രജനീകാന്ത് ഷാരൂഖ് ഖാൻ, ഗൗതം അദാനി, താരനിബിഡമാണ്. കങ്കണ റണൌട്ട് താരനിബിഡമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. തമിഴകത്തിൽ നിന്ന് രജനീകാന്ത് എത്തുന്നു. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളെ നമ്മൾ കണ്ടത് അദ്ദേഹത്തെ മാത്രമാണ്. ഇപ്പോൾ ബീരൻ സിംഗ് അടക്കമുള്ളവർ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളായി നമുക്കൊപ്പമുള്ള രാജ്യത്തലവന്മാരൊക്കെ റെയ്സിന ഹിൽസിലേക്ക് എത്തിച്ചേരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴിയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെയ്സിന ഹിൽസ് മുതൽ വാർ മെമ്മോറിയൽ വരെയുള്ള അധികാരത്തിൻ്റെ ഈ റോഡിലാണ് പല അധികാര കൈമാറ്റങ്ങളും നടന്നിരിക്കുന്നത്. അധികാരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണത്, അധികാരത്തിലേക്ക് തളിരിട്ടുയർത്തെഴുന്നേറ്റിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് മൂന്നാമത്തെ ഊഴം. സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം സാമൂഹിക സാംസ്കാരിക ജെ പി നദ്ദ ക്യാബിനറ്റിലേക്ക് എത്താൻ പോവുകയാണ്. ഈ മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ജെ പി നദ്ദയ്ക്ക് BJP അധ്യക്ഷന് കിട്ടുമ്പോൾ ആരായിരിക്കും അടുത്ത BJPയെ നയിക്കാൻ പോകുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷകളെ, വാനോളമുള്ള പ്രതീക്ഷകളെ ചിറകിലേറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ടീം 3 ഊഴം മൂന്നാമതെത്തുമ്പോൾ, നരേന്ദ്രമോദി 3rd എഡിഷനിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഇന്ത്യക്ക്, ജനാധിപത്യ രാജ്യത്തിന്. 5 ട്രില്യൺ എക്കണോമിക്കും അപ്പുറം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന ഘട്ടത്തിലേക്ക് ഓരോരോ വിദേശ രാഷ്ട്രത്തലവന്മാർ. മൗറീഷ്യസിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട്, ഭൂട്ടാനിൽ നിന്നുള്ള പ്രതിനിധിയുണ്ട്, പാകിസ്ഥാനിൽ ഒഴിച്ചുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഓഷനിൽ റിമ്മായിൽ കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉള്ള മിക്കവാറും എല്ലാ നേതാക്കളും ഇന്നിപ്പോൾ എത്തിച്ചേരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സീഷെൽസിൽ നിന്ന്, മൗറീഷ്യസിൽ നിന്ന് ഒക്കെയുള്ള പ്രതിനിധികൾ കൂടി അല്പസമയത്തിനുള്ളിൽ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചേരും. മനോഹരമായ സായാഹ്നം. ഡൽഹിയിൽ ചൂടുണ്ട്, മഴയില്ല, അതുകൊണ്ട് തന്നെ തെളിഞ്ഞ അന്തരീക്ഷമാണ് ദില്ലിയിലുള്ളത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കാൻ പോകുന്നത്. മനോഹരമായ സായാഹ്നം ദില്ലിയിൽ നമ്മളിപ്പോൾ കാണുന്നു. ആ സായാഹ്നത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രേക്ഷകർ കാണുന്നതിൽ 89,000-ത്തിനടുത്ത് 1,00,000-ത്തിനടുത്ത് പ്രേക്ഷകർ തത്സമയം യൂട്യൂബിലൂടെ ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയുടെ മൂന്നാം ഊഴത്തിലേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ അധികാരാരോഹണം കാണാൻ പോകുന്നു. ഇതാ ഓരോരോ പ്രതിനിധികളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഭൂട്ടാനിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ഒപ്പം മൗറീഷ്യസിൽ നിന്ന്, സീഷെൽസിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന് ഒക്കെയുള്ള അതിഥികൾ കൂടി എത്തുന്നു. എല്ലാ കണ്ണുകളും ഈ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു കേരളത്തിൽ കാതോർത്തിരുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ചലച്ചിത്ര താരങ്ങളടക്കം, വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളടക്കം, അവരുടെ കുടുംബങ്ങളടക്കം ഇപ്പോൾ റെയ്സിന ഹിൽസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ തന്നെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ രാഷ്ട്രത്തലവന്മാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി ക്ഷണിച്ചിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവൻ, അതായത് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോഗ്ബെ ആണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. വിവിധ രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഈ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്ക് പ്രത്യേക റൂട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. വിദേശ പ്രതിനിധികളിൽ ഏറ്റവും ശ്രദ്ധേയം മാലദ്വീപ് മുഹമ്മദ് മൊയ്സു ആണ്. ഷെയ്ഖ് ഹസീന എത്തുന്നു. ഈ മുഹമ്മദ് മൊയ്സു അവിടെ ഇന്ത്യക്കെതിരെ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അവിടെ നിന്ന് സൈന്യത്തോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഹാട്രിക് പ്രധാനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 2 പ്രധാനമന്ത്രിമാർ മാത്രമേ ഹാട്രിക് തികച്ചിട്ടുള്ളൂ. അതിൽ രണ്ടാമനാണ് നരേന്ദ്രമോദി. നെഹ്റുവിന് ശേഷം നോക്കൂ, ഷെയ്ഖ് ഹസീന എത്തുന്നു. കഴിഞ്ഞ തവണയും ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന എത്തിയിരുന്നു. ഇന്ത്യയുമായി ഊഷ്മള ബന്ധം തുടർന്നു പോകുന്ന ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ശ്രദ്ധേയമായത് പാകിസ്ഥാനിൽ നിന്ന് ആരെയും ക്ഷണിച്ചിരുന്നില്ല ഇക്കുറി എന്നുള്ളതാണ്.